ഹായ്. ലൈഫ് ലോങ് ലേണിങ്ങിനെ കുറിച്ച് എന്തു പറയുന്നു? പൊതുവെ ഒരു ധാരണയുണ്ട്, നിശ്ചിത ഏജിൽ മാത്രമേ പഠിക്കാൻ പറ്റൂ, അത് കഴിഞ്ഞിട്ട് പഠിക്കാൻ കഴിയില്ല, ചെറുപ്പകാലത്തെ കഴിയുള്ളൂ, അല്ലെങ്കിൽ നിശ്ചിത ആളുകൾക്ക് മാത്രമേ അത് കഴിയുള്ളൂ എന്നൊക്കെ. എന്നാൽ അങ്ങനെയാണോ? നമ്മുടെ കേരളത്തിൽ തന്നെ ധാരാളം സാക്ഷ്യങ്ങളുണ്ട് അതിന്. വയസ്സായിട്ട് മധ്യവയസ്കരായിട്ട് പഠനത്തിന്റെ ഒക്കെ സമയം കഴിഞ്ഞിട്ട് പിന്നെയും പലതും നേടിയെടുത്ത ധാരാളം ആളുകളുണ്ട്, നമുക്കറിയുന്നത് പോലെ തന്നെ. ഡോക്ടർ നോല വോക്സ് എന്ന് പറഞ്ഞിട്ട് അവർ അമേരിക്കക്കാരത്തി ഉണ്ടായിരുന്നു. അവര് 70 വയസ്സായപ്പോൾ അവരുടെ ഭർത്താവ് മരിക്കുന്നു. അങ്ങനെ കുട്ടികളൊക്കെ 3-4 കുട്ടികളൊക്കെ വളർത്തി അവരൊക്കെ ഓരോ സ്ഥലങ്ങളിൽ എത്തിച്ചു. അപ്പോഴാണ് അവർക്ക് 70 വയസ്സിലാണ് അവർക്ക് കോളേജിൽ പോയി പഠിക്കണം എന്നൊരു ആഗ്രഹം വന്നത്. പഴയ കാലത്തുള്ള ഒരു ആഗ്രഹം തന്നെയാണ്. അങ്ങനെ 70-ാമത്തെ വയസ്സിൽ കോളേജിൽ ചേരുകയും 75-ാമത്തെ വയസ്സിൽ അവർക്ക് ബാച്ചിലേഴ്സ് ഡിഗ്രി കിട്ടി. 87-ാമത്തെ വയസ്സിൽ അവർ മാസ്റ്റേഴ്സ് എടുക്കുന്നു. 95-ാമത്തെ വയസ്സിൽ അവർ PhD എടുക്കുന്നു. കാര്യം മനസ്സിലായോ? അതായത് പഠിക്കാൻ നമുക്ക് ആഗ്രഹവും തീരുമാനവും ഉണ്ടെങ്കിൽ ഇന്ന് പ്രത്യേകിച്ചും ലോകത്തിന്റെ ഏത് ഭാഗത്തുള്ള അറിവുകളും നമുക്ക് എടുക്കാൻ കഴിയുന്നതാണ്. നേരിട്ട് കൊണ്ടും അല്ലാതെയും റെക്കോർഡുകളായിട്ട് നമുക്ക് ലഭിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളൊരു എംപ്ലോയി ആണെന്ന് വിചാരിക്കും. തുടർന്നുള്ള പഠനം, തുടർന്നുള്ള വായന, നിങ്ങളുടെ ജോലിയുടെ ഫീൽഡിൽ തന്നെ നിങ്ങൾ പുതിയ കാര്യങ്ങൾ പഠിക്കുന്നു, പുതിയ സോഫ്റ്റ്വെയറുകൾ നിങ്ങൾ സ്വായത്തമാക്കുന്നു, പഠിക്കുന്നു, മാസ്റ്റർ ആകുന്നു. അതിലൂടെ നിങ്ങൾക്ക് എന്ത് സംഭവിക്കുന്നു? തീർച്ചയായിട്ടും നിങ്ങളൊരു ഡിമാൻഡുള്ള എംപ്ലോയി ആയി മാറുന്നു. കമ്പനിക്ക് നിങ്ങളോട് പ്രത്യേക താല്പര്യമുണ്ട്. ആ ഒരു താല്പര്യം ഒരു പക്ഷേ നിങ്ങൾക്ക് സാമ്പത്തികമായ നേട്ടങ്ങൾ ഉണ്ടാക്കി തരുന്നു. അതുപോലെ തന്നെ നിങ്ങളുടെ പ്രൊമോഷനുള്ള വഴികൾ അത് തരുന്നുണ്ട്. അപ്പോൾ അത് മാത്രമല്ല, കൃത്യമായി എന്നും പഠിക്കാനുള്ളൊരു മനസ്സുണ്ടെങ്കിൽ, വായിക്കാനുള്ളൊരു മനസ്സുണ്ടെങ്കിൽ, അത് നമ്മുടെ കൺസെപ്റ്റുകളെ കുറിച്ച്, ഓരോ വിഷയങ്ങളെക്കുറിച്ചും അതിൻ്റെ വിവിധ വശങ്ങളെക്കുറിച്ച് നമുക്ക് നന്നായി മനസ്സിലാക്കാനുള്ളൊരു കഴിവും തരുന്നുണ്ട്. ശരിയായ തീരുമാനങ്ങൾ എടുക്കാനും നമ്മളെ പ്രാപ്തരാക്കുന്നു. വേണ്ട, നിങ്ങളൊരു എന്റർപ്രന്യൂർ ആണ് എന്ന് വിചാരിക്കട്ടെ, പഠനം ആവശ്യമില്ലേ? തീർച്ചയായിട്ടും ആധുനിക കാലഘട്ടത്തിൽ എല്ലാവരും പുതിയ കാര്യങ്ങൾ പഠിച്ചേ പറ്റൂ. ഒരു ബിസിനസ്മാൻ ഇന്ന് ഏറ്റവും സൗകര്യത്തിലുള്ള ഒരു കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത്. ഒരൊറ്റ ക്ലിക്കിലൂടെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വിവിധ ആളുകളിലേക്ക് നിങ്ങളുടെ പ്രൊഡക്റ്റിനെയും സർവീസിനെയും എത്തിക്കാൻ കഴിയുന്നു എന്നുള്ളത് ആധുനിക കാലഘട്ടത്തിന്റെ പ്രത്യേകതയാണ്. ഓട്ടോമേഷൻ, പുതിയ സോഫ്റ്റ്വെയറുകൾ, പുതിയ സാങ്കേതിക വിദ്യകൾ ഒക്കെ നമ്മുടെ കയ്യിലുണ്ട്. ഇനി അതൊന്നുമല്ല, നിങ്ങളൊരു സാധാരണക്കാരെന്ന് വിചാരിക്കും. എന്തോ ഒരു ഫീൽഡാണ് നിങ്ങൾ ചെയ്യുന്നത്, ഓക്കെ. അപ്പോഴും നിങ്ങൾ വായിക്കുകയും പഠിക്കുകയാണെങ്കിൽ, നിങ്ങൾ നിൽക്കുന്ന ആ സ്ഥലത്ത് നിങ്ങൾ വായിക്കുകയും പഠിക്കുകയാണെങ്കിൽ, വ്യത്യസ്ത അവസ്ഥകൾ വരുമ്പോൾ, ചാലഞ്ചുകൾ വരുമ്പോൾ നിങ്ങൾക്കതിനെ എംബ്രേസ് ചെയ്യാൻ, അതായത് അത് സ്വീകരിച്ചുകൊണ്ട് അതിന് ഉചിതമായ മറുപടി, അതുപോലെ ഉചിതമായ പ്രോബ്ലം സോൾവ് ചെയ്യാൻ, നല്ല തീരുമാനങ്ങൾ എടുക്കാൻ നിങ്ങളെ പ്രാപ്തനാക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ പറഞ്ഞു വരുന്നത്, പഠനവും വായനയും നമ്മുടെ പെർസ്പെക്റ്റീവിനെ വിശാലമാക്കുകയും ഒരു 3D വ്യൂ എന്നതുപോലെ ഒരു കാര്യത്തിന്റെ എല്ലാ വശങ്ങളിലൂടെയും അതിനെ കാണാനുള്ള ഒരു കരുത്തും ഒരു പ്രാപ്തിയും നമുക്കുണ്ടാകുന്നു. തുടർന്നുകൊണ്ട് പഠിക്കാനുള്ള ജീവിതയാത്രയിൽ ഒരു പഠനയാത്ര ഇനിയും നടത്താനുള്ള പുതിയ സ്റ്റെപ്പിലേക്ക് നമുക്ക് എല്ലാവർക്കും പോകാൻ കഴിയട്ടെ എന്ന് ആശിച്ചുകൊണ്ട് വീണ്ടും കാണാം പുതിയ കൺസെപ്റ്റുകളിലൂടെ. ഓക്കെ, ഗുഡ് ബൈ.